നമസ്കാരം. കൃഷ്ണാരി മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലേക്ക് വീഡിയോയുമായി എത്താൻ സാധിച്ചു. ഗുരുവായൂരപ്പന് അനന്തകോടി പ്രണാമം നമസ്കരിച്ചുകൊണ്ട് വീണ്ടും കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്നലെ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ നല്ലോണം വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ചോദ്യമോ കഥയോ ഒന്നും കണ്ടല്ല കേട്ടോ വന്നെ. വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നെ മറന്നു പോവാതിരിക്കാൻ എല്ലാ ദിവസവും വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കുറച്ച് ചോദ്യോത്തരങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒരു ചോദ്യമുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാനുണ്ട്, ഒരു കുഞ്ഞു കഥയുണ്ട്. അപ്പോൾ സാധാരണ പോലെ എന്തൊക്കെയാണോ ഉൾപ്പെടുത്താറുള്ളത് അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണൂ കേട്ടോ. അപ്പോൾ ചോദ്യം അതിൻ്റെ ഇടയിൽ ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുഭന ആർ ആണ്. സവിത നമസ്കാരം. ഉദയാസ്തമന പൂജ ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. 2050 വരെയുള്ള ബുക്കിംഗ് കഴിഞ്ഞതാണ് ഉദയാസ്തമന പൂജയുടെ. പുതുതായിട്ട് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കുന്ന സമയത്ത് അറിയിക്കാം കേട്ടോ. അടുത്തതായിട്ട് ലതാ ജയകുമാറാണ് ചോദിച്ചിരിക്കുന്നത്. ചോറ് കൊടുത്തിട്ടാണോ തുലാഭാരം നടത്തേണ്ടത്? കുഞ്ഞുകുട്ടിക്കാണ് കേട്ടോ. 2 ദിവസം ആയിട്ടാണോ നടത്തേണ്ടത്? ആദ്യം തുലാഭാരം നടത്തിയിട്ടാണോ ചോറ് കൊടുക്കേണ്ടത് എന്നാണ്. അങ്ങനെയല്ല, ആദ്യം ചോറൂണ് കഴിഞ്ഞിട്ടാണ് തുലാഭാരം നടത്തുന്നതും ഗുരുവായൂരപ്പനെ കൊണ്ട് തൊഴിക്കുന്നതും ഒക്കെ. ഏറ്റവും ആദ്യം ചോറ് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ചോറൂണിന് മുമ്പ് കുട്ടികളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല. അപ്പോൾ ചോറ് കൊടുക്കാനാണ് നമ്മൾ ആദ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിലേക്ക് വരേണ്ടത്. അപ്പോൾ ചോറ് കൊടുത്തതിന് ശേഷം തുലാഭാരവും അകത്ത് കയറി തൊഴിലും. അകത്ത് കയറി തൊഴുതിട്ട് വേണോ തുലാഭാരം, അതിന് മുമ്പ് വേണോ എന്നുള്ളത് ഭക്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് ശോഭന രാമചന്ദ്രനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അഷ്ടപതി? എപ്പോഴാണ് അത് കാണാൻ സാധിക്കുക? ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അഷ്ടപതി എന്ന് പറയുന്നത് സോപാന സംഗീതമാണ് കേട്ടോ. ഗീതാ ഗോവിന്ദം, അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ജയദേവ കവിയാൽ നിർമ്മിക്കപ്പെട്ട ഗീതാ ഗോവിന്ദം സോപാന സംഗീതമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും അവതരിപ്പിക്കാറുണ്ട്. അതൊരു ക്ഷേത്ര കലയാണ് എന്ന് വേണമെങ്കിൽ പറയാം, ക്ഷേത്ര സംഗീതമാണ് എന്ന് പറയാം. അതിനെയാണ് ഈ ഒരു അഷ്ടപതി എന്ന് പറയുന്നത്. ഇത് പഠിച്ചിട്ടുള്ള കലാകാരന്മാരാണ് അവതരിപ്പിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടപതി 6 നേരമാണുള്ളത്. എല്ലാ പൂജയ്ക്ക് അടയ്ക്കുന്ന സമയത്തും അഷ്ടപതി പാടലുണ്ട്. ദീപാരാധനയ്ക്ക് അടയ്ക്കുന്ന സമയത്തും അഷ്ടപതി പാടലുണ്ട്. രാവിലെ നിർമ്മാല്യം കഴിഞ്ഞ് വാഗചാർത്തും ആദ്യത്തെ ആ ഒരു നിവേദ്യത്തിന് അടയ്ക്കുന്ന സമയം തുടങ്ങി. പിന്നെ പന്തീരടിക്കുണ്ട്, ഉച്ചപൂജയ്ക്കുണ്ട്, അതേപോലെ തന്നെ വൈകുന്നേരം ദീപാരാധനയ്ക്കുണ്ട്, രാത്രി അത്താഴപൂജയ്ക്ക് നടയടയ്ക്കുന്ന സമയത്തുണ്ട്, ഉഷപൂജയ്ക്ക് നടയടയ്ക്കുന്ന സമയത്തുണ്ട്. അങ്ങനെ 6 തവണയാണ് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഈ ഒരു അഷ്ടപതി പാടലുള്ളത്. നമുക്ക് കാണാനല്ല പറ്റുക, കാരണം അത് മണിക്കിണറിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് ആ പാട്ട് ഉണ്ടാവുക. അപ്പം നമ്മൾ ആ അടച്ചിരിക്കുന്ന സമയത്ത് അകത്തുണ്ടെങ്കിലാണ്. അതിൽ തന്നെ ഉച്ചപൂജയുടെ സമയത്ത് നടയടയ്ക്കുമ്പോൾ നമുക്ക്, അതുപോലെ അത്താഴപൂജയുടെ സമയത്ത് നടയടയ്ക്കുമ്പോഴൊന്നും നമുക്ക് അവിടെ നിൽക്കാനുള്ള ആ ഒരു പെർമിഷൻ ഇല്ല. ആ സമയം ഉഷപൂജയുടെ നടയടയ്ക്കുന്ന സമയത്ത് നമുക്ക് അകത്തുണ്ടാവാൻ സാധിക്കും. അതുപോലെ ദീപാരാധന നടയടച്ച് തുറന്നാലാണ് അഷ്ടപതി പാടൽ. ആ സമയത്തും നമുക്ക് അവിടെ അകത്തുണ്ടാവാൻ സാധിക്കും. ഇതൊക്കെ ബൈ ചാൻസ് ആണ് കേട്ടോ. ഇതിനു വേണ്ടി നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ ആ സമയത്ത് അകത്തുണ്ടാവാന്നാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇത് പുറത്തേക്ക് മൈക്ക് വെച്ച് നമുക്ക് കേൾക്കാൻ പാകത്തിനാണ്. അപ്പോൾ നമ്മൾ ചുറ്റമ്പലത്തിൽ ഉണ്ടായാലും നമുക്കിത് കേൾക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ ചുറ്റമ്പലത്തിൽ നിന്നിട്ടാണ് അത് കേൾക്കേണ്ടത്. അതും സന്ധ്യയ്ക്കുള്ള ദീപാരാധന കഴിഞ്ഞിട്ടുള്ളതാണ് കേൾക്കേണ്ടത്. എന്താ ഒരു രസം എന്താ അറിയോ, ആ ചുറ്റുമുള്ള ആ വിളക്കുമാടത്തിൽ മുഴുവൻ വിളക്ക് തെളിഞ്ഞുകൊണ്ട് ആ വിളക്കിൻ്റെ ആ ഒരു നെയ്ത്തിരിയുടെയൊക്കെ പ്രഭയിൽ അതിങ്ങനെ കണ്ടാസ്വദിച്ച്, കണ്ണുകൊണ്ട് ആസ്വദിച്ച്, ചെവി കൊണ്ട് ആസ്വദിച്ച് വേറൊരു ലോകത്തെത്തിയ പോലൊരു ഫീല് നമുക്ക് എന്തായാലും ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. ബാക്കിയുള്ള സമയത്ത് ഉണ്ടാവില്ല എന്നല്ല, എന്നാലും ആ ദീപപ്രഭയിൽ അത് കേൾക്കുമ്പോൾ കുറച്ചധികം സന്തോഷം നമ്മുടെ മനസ്സിന് വരാനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ബിന്ദു ജയകുമാറിൻ്റെ ചോദ്യമാണ്, കസേരയിൽ ഇരുന്നു കൊണ്ട് നാമം ജപിക്കാമോ എന്ന്. തീർച്ചയായിട്ടും ജപിക്കാം. ഇരുന്നു കൊണ്ട് ജപിക്കാം, നടന്നുകൊണ്ട് ജപിക്കാം, പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ജപിക്കാം, കിടന്നുകൊണ്ട് പോലും നമുക്ക് നാമം ജപിക്കാം കേട്ടോ. നാമം ജപിക്കാൻ അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ല. എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ ഒരു കിടപ്പ് രോഗിയായി വിചാരിക്കുക, അദ്ദേഹത്തിനെ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടേ കിടക്കാം, നാമം കേൾക്കാം, നാമം ജപിക്കാം. അതുപോലെ തന്നെ തിരക്കിട്ട ഒരു വീട്ടമ്മയാണെന്ന് വിചാരിക്കുക, നാമം ഇരുന്ന് ജപിക്കാനുള്ള സമയമൊന്നുമില്ല വിചാരിക്കുക,
വേണ്ട, അവനവൻ്റെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണെങ്കിലും നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ പല അമ്മമാരെയും കണ്ടിട്ടുണ്ട് അങ്ങനെ അടുക്കളയിൽ കുക്ക് ചെയ്യണ സമയത്തൊക്കെ നാമം ജപിച്ചുകൊണ്ടായിരിക്കും അവരിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് അതിന് കുറച്ചൊരു നാമത്തിൻ്റെ മെൻപൊടിയും കൂടി ചേർത്തത് കൊണ്ട് കുറച്ചുകൂടി ഒരു സ്വാദിഷ്ടമായിരിക്കും അവരുണ്ടാക്കുന്ന ഭക്ഷണം എന്ന്. അപ്പം അതിന് നിയമങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അടുത്തതായിട്ട് അതുൽ പി നാഥാണ് ചോദിച്ചിരിക്കുന്നത്, പുതിയ സരസ്വതി ദേവിയുടെ പെയിൻറ്റിങ് എവിടെയാണ് വെച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ? മുമ്പ് ചോദിച്ചപ്പോൾ അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിരുന്നു. പുതിയ സരസ്വതി ദേവിയെ മുമ്പുണ്ടായിരുന്ന സരസ്വതി മണ്ഡപത്തിൽ നമ്മൾ തൊഴാറുണ്ടല്ലോ, സരസ്വതി അറയിൽ, അതായത് നാലമ്പലത്തിനകത്ത് ഗണപതിക്ക് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സരസ്വതി ദേവി ഉണ്ടല്ലോ, അവിടെ വളരെ സുന്ദരിയായ ഒരു സരസ്വതി ദേവിയുടെ ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഫോട്ടോയ്ക്ക് പകരം നമ്മുടെ ഈ ഒരു പുതിയ സരസ്വതി ദേവിയുടെ പെയിൻറ്റിംഗ് ആണ് വെച്ചിരിക്കുന്നത്. എനിക്കെന്തോ ഒത്തിരി വിഷമമുണ്ട് അതിൽ. കാരണം എനിക്ക് ആ പഴയ സരസ്വതി ദേവിയുടെ ഫോട്ടോ വലിയ ഇഷ്ടമായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ പോലെ ഇത്രയും സുന്ദരിയായിട്ടുള്ള സരസ്വതി ദേവീനെ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അത് മാറ്റി അവിടെ ഈ ഒരു പെയിൻറ്റിങ് ഭംഗിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ തൊഴുത് ശീലിച്ച ഒരു അമ്മയെ മാറ്റുമ്പോഴത്തെ ഒരു വിഷമമുണ്ടല്ലോ, അതെനിക്ക് എന്തായാലും ഉണ്ട്. സരസ്വതി അറയിലാണ് പുതിയ പെയിൻറ്റിങ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോൾ അതുലിനെ കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെ ഇന്നുള്ളൂ, വളരെ കുറച്ച് ചോദ്യങ്ങളെ ഇന്നുള്ളൂ കേട്ടോ. വളരെ കുറച്ച് പേരെ വീഡിയോയും കണ്ടിട്ടുള്ളൂ. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോദ്യം എന്താണെന്നറിയോ, ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന പൂജാവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയത് ആര് എന്നതാണ്. ഏത് ആചാര്യൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്, ചിട്ടയ്ക്കനുസരിച്ചാണ്, രീതികൾക്കനുസരിച്ചാണ് ഇപ്പോഴും ഇവിടെ പൂജാവിധികളെല്ലാം നടന്നു പോരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ, അറിയാത്തവർ നാളെ ഉത്തരത്തിനായിട്ട് കാത്തിരിക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇനി ഏത് ആചാര്യനാണ് ഈ ഒരു പൂജാവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയത് എന്നതിനനുസരിച്ച് നാളെ ഒരു കഥയും കൂടി കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോവാം അല്ലേ. ഒരിക്കൽ നാരദ മഹർഷി ഭഗവാനെ കാണാൻ ചെന്നു അത്രേ. ഭഗവാനെ കണ്ടിട്ട് നാരദ മഹർഷി ചോദിച്ചു, ഭഗവാനെ, അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്തമനായ ഭക്തൻ ആരാണ് എന്ന് പറയുന്നു. അപ്പം നാരദർ വിചാരിച്ചു, ആദ്യത്തെ പറയുന്ന പേരുകളിൽ കുറച്ച് പേരുകൾ, അങ്ങനെ കുറച്ച് പേരുണ്ട്, അതിൽ ഇത്രാമത്തെ സ്ഥാനം എനിക്ക് ലഭിച്ചേക്കാം എന്നായിരുന്നു അത്ര അദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറിയാനായിട്ട് ആകാംക്ഷാപൂർവം കാത്തിരിക്കുകയാണ് അങ്ങയുടെ ഉത്തമ ഭക്തൻ ആരാണ് എന്ന്. അപ്പോൾ നാരദരോട് പറഞ്ഞു അത്രയും, എൻ്റെ ഉത്തമ ഭക്തൻ ഇന്ന ദേശത്ത് ഇന്ന ഗ്രാമത്തിലുള്ള ഇന്ന ഗൃഹത്തിലുള്ള ആ ഗൃഹനാഥനാണ് എൻ്റെ ഉത്തമനായ ഭക്തൻ എന്ന്. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് അത്യത്ഭുതം തോന്നിയിട്ടോ. അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പേരല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിനൊരു ആഗ്രഹം തോന്നി, ഈ ഭക്തൻ, ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ഭക്തൻ എങ്ങനെയാണോ ഭഗവാനെ ഭജിക്കുന്നത് എന്നറിയണം എന്ന്. നമുക്കും തോന്നാറുണ്ടല്ലേ, കുറേ ഭക്തൻ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് പേരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ജപത്തിൻ്റെ റുട്ടീനൊക്കെ അറിഞ്ഞാൽ കൊള്ളാം എന്ന് നമുക്ക് ഇടയ്ക്ക് തോന്നാറില്ലേ. അപ്പം അതേപോലെ നാരദ മഹർഷിക്ക് തോന്നിയിത്രേ, ഇദ്ദേഹം എങ്ങനെയായിരിക്കും നമ്മുടെ ഉണ്ണികൃഷ്ണനെ ആശ്രയിക്കുന്നുണ്ടാവുക എന്ന് കാണണം എന്ന്. അങ്ങനെ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിനെ വാച്ച് ചെയ്യാനായിട്ട് ഒരു ദിവസം നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് അദൃശ്യനായി കടന്നു ചെന്നു അത്രേ. ആ സമയത്ത് കൃഷിക്കാരൻ രാവിലെ എഴുന്നേറ്റുടനെ ഭഗവാനെ ഇങ്ങനെ ഉള്ളാൽ സ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ നാരദ മഹർഷിക്ക് തോന്നി, അത്യുത്തമം, എഴുന്നേൽക്കുന്ന സമയം മുതൽ ഇദ്ദേഹം ഭഗവാനെ വിളിക്കാനാണുള്ള ഉദ്ദേശമാണല്ലോ എന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുളിയും സാധാരണ പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക് പോയി. ജോലി, അദ്ദേഹത്തിന് ഒരു കൃഷിക്കാരനാണ്, അദ്ദേഹം കാർഷികം വിളവെടുപ്പ് നടത്തുന്ന സമയമാണ്. അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊന്നും അദ്ദേഹം ഭഗവാനെ വിളിക്കുന്നതായിട്ടേ നാരദ മഹർഷി കണ്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരല്പനേരം വിശ്രമിക്കാനായിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഈശ്വരനെ ഒന്ന് നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് അത്ഭുതം തോന്നിയിട്ടോ. ആകെ ഒരു തവണയെ അദ്ദേഹം ഉച്ച സമയത്ത് ഭഗവാനെ വിളിച്ചിട്ടുള്ളൂ. എന്നാൽ വേണ്ട, അദ്ദേഹത്തിന് ഇനി സന്ധ്യാസമയത്താണോ എന്ന് അറിയില്ലല്ലോ ബാക്കിയുള്ള ജപങ്ങൾ എന്തൊക്കെയാണ് ജപിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സ്തുതിക്കുന്നത് എന്ന് അറിയണമല്ലോ എന്ന് കരുതി നാരദ മഹർഷി വീണ്ടും തുടർന്നു ഇദ്ദേഹത്തിനെ ഇങ്ങനെ അദൃശ്യനായി പിന്തുടരാനായിട്ട്. ആ സമയത്ത് കർഷകൻ വീണ്ടും ആ കർഷകൻ്റെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഗൃഹത്തിലെത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് സ്നാനമൊക്കെ കഴിഞ്ഞ് ആ സന്ധ്യാസമയത്ത് ഒറ്റത്തവണ ഭഗവാനെ ഒന്ന് നന്നായിട്ട് മനസ്സിൽ അനുസ്മരിച്ചു.
അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായ ഗൃഹകാര്യങ്ങളിലെല്ലാം മുഴുകി അതിനുശേഷം അത്താഴം കഴിച്ച് അദ്ദേഹം കിടക്കാൻ സമയത്ത് ഒരു തവണ കൂടി അദ്ദേഹം ഒന്ന് ഈശ്വരനെ അനുസ്മരിച്ചുകൊണ്ട് കിടക്കുന്നതും കണ്ടു. ഇത് കണ്ട നാരദ മഹർഷി എത്ര കൂട്ടിയിട്ടും കുറച്ചിട്ടും എണ്ണിയിട്ടും 4 തവണയെ മാത്രമാണ് ഈ ഒരു കൃഷിക്കാരൻ ഭഗവാനെ അനുസ്മരിക്കുന്നുള്ളൂ ഒരു ദിവസത്തിൽ, വെറും 4 തവണ. അപ്പോൾ നേരെ ചെന്നു നാരദ മഹർഷി ഭഗവാന്റെ അടുത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് കേട്ടോ ചെന്നത്. അവിടെ എത്തിയ സമയത്ത് നാരദ മഹർഷിയുടെ കയ്യിലേക്ക് ഒരു എണ്ണയുടെ പാത്രം, ഭഗവാൻ നിറച്ച ഒരു എണ്ണയുടെ പാത്രം എടുത്ത് കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അത്രേ, അങ്ങ് ഈ പാത്രം കയ്യിൽ പിടിച്ചോളൂ, എന്നിട്ട് ഈ ഉലകം മുഴുവൻ, ഈ ഭൂലോകം മുഴുവൻ ഒന്ന് കറങ്ങിയിട്ട് വരും. ഭൂലോകം മാത്രം, ഭൂലോകം മുഴുവൻ ഒന്ന് കറങ്ങിയിട്ട് വരും. അദ്ദേഹത്തിന് എല്ലാ ലോകത്തേക്കും, ബ്രഹ്മലോകത്തേക്ക്, അതായത് സത്യലോകത്തേക്ക്, കൈലാസത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക്, അങ്ങനെ എല്ലാ ലോകത്തിലേക്കും അദ്ദേഹത്തിന് ചെല്ലാൻ സാധിക്കുള്ളൂ. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു ഭൂലോകം മുഴുവൻ ഈ എണ്ണ പിടിച്ചൊന്ന് കറങ്ങി വരാനായിട്ട്. ഇദ്ദേഹം എണ്ണ ഒട്ടും തന്നെ ഒരു ഡ്രോപ്പ് പോലും തുളുമ്പി പോവാതെ വേണം കേട്ടോ, അങ്ങ് ശ്രദ്ധിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു. ഇത് കേട്ട നാരദ മഹർഷി ഈ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മറന്ന് അദ്ദേഹത്തിൻ്റെ വീണയൊക്കെ അവിടെ കൊടുത്ത് വൈകുണ്ഠത്തിൽ കൊടുത്ത് ഏൽപ്പിച്ച് അദ്ദേഹം ഈ ഒരു എണ്ണയുടെ പാത്രം എടുത്ത് ഇങ്ങനെ ഭൂലോകം മുഴുവൻ കറങ്ങുകയാണ്. ഭൂലോകം മുഴുവൻ ഇദ്ദേഹം കറങ്ങി 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 തിരിച്ച് വന്ന വൈകുണ്ഠത്തിൽ ഈ എണ്ണ തിരിച്ച് ഭഗവാന്റെ കയ്യിൽ ഏൽപ്പിച്ച സമയത്ത് പറഞ്ഞു, ഒരു തുള്ളി പോലും പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു ഭഗവാൻ. ഇല്ല, ഒരു തുള്ളി പോലും പോയിട്ടില്ല. അപ്പോൾ ഇതെടുത്ത് ലക്ഷ്മി ദേവിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഭഗവാൻ ചോദിച്ചു, ആട്ടെ, ഈ എണ്ണയും കൊണ്ട് ഭൂമി മുഴുവൻ കറങ്ങി നടക്കുന്ന സമയത്ത് അങ്ങ് എത്ര തവണ എന്നെ വിളിച്ചിരുന്നു, അനുസ്മരിച്ചിരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല, ഇത് അങ്ങ് എനിക്ക് തന്ന ഒരു കടമയാണല്ലോ, ഒരു കർത്തവ്യമാണല്ലോ നിർവഹിക്കാൻ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നാമം ചൊല്ലിയിട്ടില്ല. ഞാൻ അങ്ങ് തന്ന ഈ ഒരു ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യണം എന്ന് മാത്രമാണ് എൻ്റെ ചിന്തകളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സാവധാനത്തിൽ, വളരെ ശ്രദ്ധാപൂർവം, ശ്രദ്ധ മുഴുവനും ഈ എണ്ണ തുളുമ്പി പോകുന്നുണ്ടോ എന്നതിലായിരുന്നു. എന്നതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കറങ്ങി വരുന്നതിൻ്റെ ഇടയിൽ ഒന്നും തന്നെ ഭഗവാനെ വിളിക്കലുണ്ടായില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഇത് തന്നെയാണ് ആ കർഷകനും ചെയ്യുന്നത്. ആ കർഷകൻ്റെ ആ പ്രവർത്തികൾ മുഴുവനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ മുഴുവൻ ഞാനാണ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചത് എൻ്റെ ഇച്ഛ പ്രകാരമായിരുന്നു. അദ്ദേഹം ഒരു കർഷകനാവണം എന്നുള്ളത് എൻ്റെ ഇച്ഛയായിരുന്നു. അദ്ദേഹം നന്നായി കൃഷി ചെയ്യണം എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. ഞാൻ ഏൽപ്പിച്ച കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം 4 തവണ എന്നെ അനുസ്മരിക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചു. എന്നാൽ ഞാൻ തന്ന ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്നെ മറന്നു കളഞ്ഞു നാരദ മഹർഷി എന്ന് പറഞ്ഞു അത്രേ. ഇപ്പോൾ നാരദ മഹർഷിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അദ്ദേഹം തന്നെയാണ് ഏറ്റവും നിറഞ്ഞ ഭക്തൻ എന്ന് ഉള്ളത് കേട്ടോ. ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളിൽ ഏൽപ്പിച്ചിട്ടുള്ള പ്രവൃത്തികളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നതിന് മുമ്പും ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട്, ഉണ്ണി കൃഷ്ണ, ഇത് അങ്ങയുടെ സന്തോഷത്തിനായി ഭവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജോലികളെല്ലാം ഭംഗിയായി ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഉപാസന, അത് തന്നെയാണ് ഭക്തി എന്ന് ഭഗവാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ കടമകളിൽ വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേനാഥ നാരായണ വാസുദേവ, ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക, ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.